മലയാള സിനിമാ ലോകത്തിനും ആരാധകർക്കും തീരെ നഷ്ടം സമ്മാനിച്ചാണ് ഈ വർഷം കടന്നുപോകുന്നത്. ഒട്ടനവധി അതുല്യ പ്രതിഭകളെ നഷ്ടപ്പെട്ട വർഷമാണ് 2024. 2024 മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. കവിയൂർ പൊന്നമ്മ. അമ്മ വേഷങ്ങളിലൂടെ മലയാളത്തിൽ തിളങ്ങിയ കവിയൂർ പൊന്നമ്മ തൻ്റെ 79ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു കവിയൂർ പൊന്നമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ടി.പി. മാധവൻ. സ്വഭാവവേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ ടി.പി. മാധവൻ തൻ്റെ 88ാമത്തെ വയസ്സിലായിരുന്നു അന്തരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു നടൻ്റെ അന്ത്യം. കനകലത. സിനിമ, സീരിയൽ നടി കനകലത തൻ്റെ 63ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. മറവി രോഗമായ അൾഷിമേഴ്സ് ബാധിച്ച് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു നടി. 350-ലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. നിഷാദ് യൂസഫ്. തല്ലുമാല, ഉണ്ട സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഫിലിം എഡിറ്റർ നിഷാദ് യൂസഫ് തൻ്റെ 43ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. താരത്തെ പനമ്പള്ളിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യനായകനായ ബിഗ് ബഡ്ജറ്റ് ചിത്രം കങ്കുവയുടെയും എഡിറ്ററായിരുന്നു. മേഘനാഥൻ. 60 വയസ്സിലാണ് നടൻ ബാലൻ കെ നായരുടെ മകനും സിനിമാ സീരിയൽ നടനുമായ മേഘനാഥൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു നടൻ്റെ അന്ത്യം. മോഹൻരാജ്. കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ നടനാണ് മോഹൻരാജ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിൽ കഴിഞ്ഞ ശേഷം നടൻ മരണപ്പെടുകയായിരുന്നു. നിർമ്മൽ ബെന്നി. 38ാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് നടൻ നിർമ്മൽ ബെന്നി അന്തരിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമേൻ എന്ന ചിത്രത്തിൽ നിർമ്മൽ ബെന്നി പ്രധാന വേഷം ചെയ്തിരുന്നു.